വരുന്ന പെട്രോൾ ഇങ്ങനെ ആണെങ്കിൽ ഇനി വലിയ ബുദ്ധിമുട്ട് തന്നെ. പിന്നെ കാർബറേറ്ററുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് കാർബറേറ്ററുകൾ മാറ്റിയിട്ടുണ്ട്. 100% പെട്രോൾ ആകുമ്പോൾ ആ വിഷയമില്ല. 20%, 10% ആകുമ്പോൾ കുറച്ചുണ്ടായിരുന്നു. 20% ആയപ്പോൾ കൂടുതലായി. പിന്നെ കുറച്ച് ദിവസം വണ്ടി ഉപയോഗിക്കാതെ വെക്കുമ്പോൾ ആ കാർബറേറ്ററിന് ആ പെട്രോളിനകത്ത് ഈ എഥനോൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് ഒരു പേസ്റ്റ് മാതിരി കാർബറേറ്ററിന്റെ ഫ്ലോട്ടിനകത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എഥനോൾ പെട്രോൾ E20 പെട്രോൾ എന്നറിയാറുള്ള പെട്രോൾ കേന്ദ്ര സർക്കാർ ഇറക്കുന്ന പെട്രോൾ വണ്ടി കംപ്ലൈൻ്റ് ആണ്. ഒരു വണ്ടി റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബറേറ്റർ ഫുള്ള് കംപ്ലൈൻ്റ് ആണ്. അത് ശരിയാക്കി കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വണ്ടി വരുന്ന അതേ കംപ്ലൈൻറ്റ്. വാഹനത്തിന്റെ മൈലേജിനെ മാത്രമല്ല, വാഹനത്തിനെ മൊത്തത്തിൽ എഞ്ചിനെ പരമായിട്ട് തന്നെ നല്ല ബാധിക്കുന്നുണ്ട്. വാഹനത്തിന്റെ കാർബറേറ്റർ റീപ്ലേസ്മെന്റ് എന്ന ഓപ്ഷനിലേക്കാണ് നമ്മൾക്ക് പോകുന്നത്. കാരണം ചെറിയ ചെലവിലുള്ള ഇതൊന്നും നടക്കൂല. ഇനിയിപ്പോൾ ഈ എത്തനോളിൻ്റെ ഇതിൽ കുറേ വണ്ടീൻ്റെ ഉള്ളിൽ മൈലേജ് നല്ലോണം കുറയുന്നുണ്ട്. തീർച്ചയായിട്ടും എഥനോൾ പെട്രോൾ E20 പെട്രോൾ എന്നറിയാറുള്ള പെട്രോൾ കേന്ദ്ര സർക്കാർ ഇറക്കുന്ന പെട്രോൾ വണ്ടി കംപ്ലൈൻ്റ് ആണ്. ഒരു വണ്ടി റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബറേറ്റർ ഫുള്ള് കംപ്ലൈൻ്റ് ആണ്. അത് ശരിയാക്കി കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വണ്ടി വരുന്ന അതേ കംപ്ലൈൻറ്റ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ വിചാരം എന്താ വെച്ചാൽ ഞങ്ങൾ റിപ്പയർ ചെയ്തിട്ടുള്ള കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ്. അതല്ല, പെട്രോളിൽ നിന്ന് വരുന്ന ഈ കംപ്ലൈൻ്റ് ആയി. പെട്രോൾ നേരെ കാർബറേറ്ററിൽ പോയിട്ട് കാർബറേറ്റർ നേരെ വാൾവിലേക്ക് പോയിട്ട് വാൾവിൽ പല കാരണങ്ങളാൽ വണ്ടി സ്റ്റക്കാവുന്നതുകൊണ്ട് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ ഈ പെട്രോളിനെ ബാധിക്കുന്ന സംഗതികളല്ല. വാഹനത്തിന്റെ മൈലേജിനെ മാത്രമല്ല, വാഹനത്തിനെ മൊത്തത്തിൽ എഞ്ചിനെ പരമായിട്ട് തന്നെ നല്ല ബാധിക്കുന്നുണ്ട്. വാഹനത്തിന്റെ കാർബറേറ്റർ റീപ്ലേസ്മെന്റ് എന്ന ഓപ്ഷനിലേക്കാണ് നമ്മൾക്ക് പോകുന്നത്. കാരണം ചെറിയ ചെലവിലുള്ള ഇതൊന്നും നടക്കൂല. ഇനിയിപ്പോൾ ഈ എത്തനോളിൻ്റെ ഇതിൽ കുറേ വണ്ടീൻ്റെ ഉള്ളിൽ മൈലേജ് നല്ലോണം കുറയുന്നുണ്ട്. ആൾക്കാർക്ക് ഡെയിലി കംപ്ലൈൻറ്റ് തന്നെയാണ്. കാർബറേറ്റർ നമ്മൾ എടുത്ത പണി തന്നെ പിന്നെയും എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങളൊരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ. വണ്ടി ആൾക്ക് നമുക്കൊരു ധൈര്യത്തിലൊരു പണി എടുത്തു കൊടുത്താൽ കൊണ്ടുപോയാൽ പിന്നെ പിറ്റേ ദിവസം അതേപോലെ തന്നെ കൊണ്ടുവരും. കാർബറേറ്ററിൻ്റെ ഉള്ളിൽ തേയ്മാനം, ആ കുറച്ച് ഓറിങ്ങുകൾ, കാര്യങ്ങൾ, റബ്ബറിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലൈൻ്റാണ് വരുന്നത്. പിന്നെ പെട്രോളിൻ്റെ ഈ എത്തനോൾ മിക്സ് ചെയ്യുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ വരുന്ന ഈ തണുത്ത കാറ്റ് ഇതിനോട് ആക്കിയിട്ട് ടാങ്കിനുള്ളിൽ വെള്ളമായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് മോശം തന്നെയാണ്. അത് കാർബറേറ്ററിന് പ്രശ്നം വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് ട്രബിൾ, മിസ്സിങ്, പണി എത്ര എടുത്താലും റെഡി ആവാത്തൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിലിങ്ങനെ നിലവിൽ പാർട്ടി വന്ന പണി തന്നെ വീണ്ടും മിസ്സിങ് ആയിട്ട് വരാം. വണ്ടി കംപ്ലൈൻറ്റിലേക്കാണ് പോകുന്നത്. തെറ്റാണ്, കംപ്ലൈൻ്റ് ആയിട്ടാണ് വരുന്നത്. കൂടുന്നതനുസരിച്ച് കാർബറേറ്റർ ഇങ്ങനെ ട്രബിളായി വരുന്നത്. ഏറ്റവും കൂടുതൽ 2 വീലറിനാണ് ഇപ്പം ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. കാർബറേറ്ററുകൾ കംപ്ലൈൻ്റ് ആവുക, പിന്നെ മറ്റുള്ള ടാങ്ക് അങ്ങനെയുള്ള സാധനങ്ങൾ കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. പിന്നെ പൊതുവേ ഇനി അങ്ങോട്ട് വരുന്ന പെട്രോൾ ഇങ്ങനെ ആണെങ്കിൽ ഇനി വലിയ ബുദ്ധിമുട്ട് തന്നെ. പിന്നെ കാർബറേറ്ററുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് കാർബറേറ്ററുകൾ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെ പോകുന്നുള്ള എന്താ വെച്ചാൽ അതിനനുസരിച്ച് ആളുകൾക്ക് എന്താ വെച്ചാലും കംപ്ലൈൻ്റ് ഉണ്ട്. നമ്മളെ ചെയ്യുന്ന ജോലിനെ ബാധിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അവർക്കൊരു സംശയം വരികയാണ്, നമ്മൾ ജോലി ചെയ്യുന്നില്ലേ, വെറുതെ പൈസ വാങ്ങിക്കുകയാണോ എന്നുള്ള അങ്ങനെ പല ബുദ്ധിമുട്ടുകളുമായിട്ട് വരികയാണ്. ഇനിയും തുടർന്നാൽ ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ചിട്ട്. കാർബറേറ്റർ പോവുകയാണ് എല്ലാ വണ്ടിൻ്റെയും. അത് മിക്കവാറും ഇപ്പോൾ ഒരു വർഷാപരം തന്നെ ചാക്കി കളിക്കുക കാർബറേറ്റർ കൊണ്ടുപോയി വലിച്ചെറിയ കാണിച്ചത് മൂപ്പര് വീടെടുത്തിരുന്നത്. അല്ല, ഇതൊന്നും അല്ലതിനൊന്നും അല്ല, കേന്ദ്രത്തിൻ്റെ കളികൾ വേറൊന്നുമല്ല. അത് അതിന് കാർബറേറ്റർ ഈ പൾസർ മോഡൽ കാർബറേറ്റർ വരുമ്പോൾ അതിന് എഥനോൾ വിഷയമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ഓട്ടോ ഇതാവും. പിന്നെ വെച്ചാൽ അതിന് മറ്റുള്ള പെട്രോളിനെ അപേക്ഷിച്ച് ഇതിന് കാർബൺ കൂടുതലാണ്. പെട്ടെന്ന് വണ്ടീൻ്റെ കംപ്രഷൻ വീക്കായിട്ട് കാർബൺ നിറഞ്ഞിട്ട് കംപ്രഷൻ വീക്കാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ പെട്രോളിന് ആ വിഷയമില്ലായിരുന്നു. 100% പെട്രോൾ ആകുമ്പോൾ ആ വിഷയമില്ല. 20%, 10% ആകുമ്പോൾ കുറച്ചുണ്ടായിരുന്നു. 20% ആയപ്പോൾ കൂടുതലായി. പിന്നെ കുറച്ച് ദിവസം വണ്ടി ഉപയോഗിക്കാതെ വെക്കുമ്പോൾ ആ കാർബറേറ്ററിന് ആ പെട്രോളിനകത്ത് ഈ എഥനോൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് ഒരു പേസ്റ്റ് മാതിരി കാർബറേറ്ററിൻ്റെ ഈ ഫ്ലോട്ടിനകത്ത് അടിഞ്ഞു കൂടുന്നുണ്ട്. അത് പഴയ പെട്രോളിന് മാസങ്ങളോളം വെച്ചാലും ആ വിഷയം ഉണ്ടാവില്ലേ. ഇപ്പോൾ 2 ആഴ്ച അടുപ്പിച്ച് വെച്ചാൽ അത് കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് വണ്ടി സ്റ്റാർട്ടാവില്ല. ഫ്ലോട്ട് അയച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഇതുണ്ടാവും. ഇനി അഥവാ വല്ല കാരണവശാലും പെട്രോൾ വെള്ളം കയറിപ്പോയാൽ ഈ വെള്ളം വേറെ തന്നെ ഈ പെട്രോളിൻ്റെ അകത്ത് ഇത് കലർന്നിട്ട് അത് മറ്റ് പെട്രോളും വെള്ളവും വേറെ നിൽക്കിയിരുന്നു. ഇപ്പം അതില്ല. ഇപ്പം പെട്രോളും വെള്ളവും കൂടെ ലയിച്ചിട്ട് എഥനോളായിരിക്കും ലയിക്കുന്നുണ്ടാകുക. അതിങ്ങനെ ഒരു നെയ്യ് മാറി ഈ പെട്രോളിനകത്തോട് ഇങ്ങനെ ഒഴുകും. പെട്ടെന്ന് ഒരു ചെറിയൊരു ശതമാനം കയറിയാൽ മതി, വണ്ടി പിന്നെ സ്റ്റാർട്ടാവില്ല. വണ്ടി സെയിം കംപ്ലൈൻറ്റ് തന്നെ.
എത്ര ഇപ്പോൾ അവർ ഇവിടുന്ന് പുതിയ കഴിഞ്ഞിട്ടതാ സെയിം എത്ര കയറിയിട്ട് വീണ്ടും വീണ്ടും വണ്ടി അയച്ചും കൊണ്ടൊക്കെ ഇപ്പോൾ ചില ഡെയിലി ഇപ്പോൾ ഇന്ന് വണ്ടി പണിയെടുത്ത് കൊടുത്താലും നാളെ ഇതേ കമ്പനിയിൽ വീണ്ടും തിരിച്ചു വരാം. നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് വണ്ടി വൈകുന്നേരം കുടിയതാ ഒരാട്ടം അയച്ച് ക്ലീൻ ആക്കി ഇട്ടുകൊടുത്ത വണ്ടി സ്റ്റാർട്ടായി. പക്ഷേ ആ സെക്കൻഡ് തന്നെ സാധനം ഇതിൻ്റെ അകത്തുണ്ടല്ലോ. പിന്നെ പെട്രോൾ പുതിയത് ഒഴിവാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ തന്നെ സംഭവിക്കുന്നത്. പെട്രോൾ പുതിയത് നമ്മൾ വേഗം കൊണ്ടുവരും ഒഴിക്കും. പക്ഷേ ആ ഒരു സമയത്ത് വണ്ടി റെഡിയാവും. 2 ദിവസം കഴിഞ്ഞ് ഇതേ കമ്പനിയുടെ വണ്ടികൾ തിരിച്ചുകൊണ്ടിരാം. നമുക്ക് മൈലേജ് ഷോട്ടും മൊത്തം ബുദ്ധിമുട്ട് എന്തായാലും നല്ലൊരു പെടലാപ്പല്ല. ഇപ്പോൾ ഇതിന് ഇപ്പോൾ എന്തായാലും 2-3 രൂപ ഇപ്പോൾ കാർ കൊണ്ട് ചിലവാക്കിയിട്ടുണ്ടാവും. ഈ 3000 പിന്നെ പോലെ കൈമൊന്ന് പോണ ഒരു അവസ്ഥയാണ് വരുന്നത്.